വചനസന്ധ്യ വചനസന്ധ്യ വചനസന്ധ്യ. യേശുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയുടെ വിശുദ്ധ എവങ്കേലിയനെ ആസ്പദമാക്കിയുള്ള ജീവന്റെ വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ദൈവത്തിൻ്റെ മഹാകരുണ ഏത് ചലഞ്ചിങ് സിറ്റുവേഷനിലും അവൻ നമ്മളോട് കരുണ കാണിക്കുന്നവനാണെന്ന് പഠിപ്പിക്കുകയാണ്. 16-ാം വാക്യം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു: അവർ പോകണമെന്നില്ല, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കണമെന്ന്. ഇവിടെ അനേക ദിവസങ്ങൾ യേശുവിനോടൊത്ത് സഞ്ചരിച്ച ജനതയെ പറഞ്ഞയക്കുവാൻ ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ പോകരുത്, അവരെ പട്ടിണിയായി പറഞ്ഞയച്ചാൽ അവർ വഴിയിൽ വെച്ച് വീണ് തളർന്നു പോകുമെന്ന്. യേശു അതിന് മറുപടി പറയും: അവർ പോകണമെന്നില്ല, നിങ്ങൾ ആഹാരം കൊടുക്കണമെന്ന്. ഈ മഹാകാരുണ്യവാനായ ദൈവത്തെ ഓർത്തുകൊണ്ട് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ചെറുപ്പക്കാരനായ വിശുദ്ധ പദവിയിലേക്ക് സെപ്റ്റംബർ 7-ാം തീയതി 2025 വിളിക്കപ്പെട്ടതായ കാർലോ അക്യുട്ടസ് താൻ വെറും 16 വയസ്സ് വരെയാണ് ഈ ലോകത്ത് ജീവിച്ചത്. ആ ചെറിയ കാലഘട്ടങ്ങളിൽ യേശുവിന് വേണ്ടി ജീവിക്കുകയും അവന്റെ മഹാകരുണയും ദയവും ഏത് ചലഞ്ചിങ് സിറ്റുവേഷനിലും യേശുവിനെ പ്രതി സഹായിക്കുവാൻ ജീവിച്ച ദൈവമകൻ തൻ്റെ കുടുംബത്തിലും തൻ്റെ സന്തത സഹചാരിയുമായിരുന്ന രാജേഷ് മോഹൂർ പറഞ്ഞ സത്യമുണ്ട്. എന്നെങ്കിലും ഏത് ദിവസമാണെങ്കിലും കാർലോ അക്യുട്ടസ് ദേവാലയത്തിൽ കടന്നു പോകുമ്പോൾ ആരെങ്കിലും വേദനിക്കുന്നത് കണ്ടാൽ അവിടെ വേദനകൾ ഒപ്പുകയും അവരോടൊത്ത് കരയുകയും ചെയ്യുന്ന ഒരു കൊച്ചു പയ്യനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു ദിവസം വീടില്ലാത്ത ഒരു മനുഷ്യൻ ദേവാലയത്തിന്റെ പടിവാതിൽ കിടക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കാർലോ അക്യുട്ടസ് നിന്ന് പൊട്ടി വിതുമ്പി കരഞ്ഞു. വീട്ടിൽ വന്ന അപ്പനോടും അമ്മയോടും കരഞ്ഞ് അവർക്ക് വേണ്ടി ആഹാരവും കൂടാതെ വീടില്ലാത്ത മനുഷ്യന് കിടന്നുറങ്ങുവാൻ സ്ലീപ്പിംഗ് ബാഗും പേരൻസിനെ കൊണ്ട് വാങ്ങിച്ച് കൊടുത്തു. മാത്രമല്ല, താൻ ജീവിക്കുന്ന നാളുകൾ മുഴുവൻ ആ മനുഷ്യൻ ആഹാരം വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കുമായിരുന്നു. തലകൾ വണക്കി പ്രാർത്ഥിക്കാം. യേശു എന്ന മഹാദൈവമേ, നീ മഹാകാരുണ്യവാനാണ്. നിന്റെ ജനതയോട് സഹതാപം തോന്നുകയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ കണ്ണുനീരൊപ്പി അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിന്റെ അരുമ ശിഷ്യൻ ഈ ചെറിയ പ്രായത്തിലെ കാർലോ അക്യുട്ടസ്. വേദനിക്കുന്ന മനുഷ്യനെ കണ്ട് അവിടെ മുമ്പിൽ വിതുമ്പി കരഞ്ഞ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ഏത് വ്യക്തികളായാലും കുടുംബങ്ങളായാലും വേദനിക്കുകയോ കഷ്ടപ്പെടുകയോ കണ്ണുനീരോ ഒഴിക്കുകയോ ചെയ്യുന്ന മക്കളിലെല്ലാം നിന്റെ വിശുദ്ധ കരങ്ങൾ കൊണ്ട് കണ്ണുനീരൊപ്പുന്ന നിന്റെ ദർശനം ഞങ്ങൾ ഇതാ ദർശിക്കുന്നു. ഞങ്ങളും അപ്രകാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനസന്ധ്യ